ഇരുന്ന ഇരിപ്പിൽ മരിച്ചുപോയ ജ്ഞാനിയും ഭക്തനുമായ റുസൈറിനും അദ്ദേഹത്തിന്റെ കഴുതയ്ക്കും പിന്നീട് എന്ത് സംഭവിച്ചു എന്നറിയണ്ടേ? അതാണ് ഇന്നത്തെ ഖിസ്സ പറയുന്നത്. റുസൈർ ഗ്രാമത്തിൽ നിന്നും അപ്രത്യക്ഷനായിട്ട് വർഷങ്ങൾ കടന്നുപോയി. എല്ലാവരും അദ്ദേഹത്തെ നിശേഷം മറന്നു. റുസൈറിന്റെ ഇളയ കുഞ്ഞും വീട്ടുവേലക്കാരിയും മാത്രം അദ്ദേഹത്തെ ഓർത്തുകൊണ്ടിരുന്നു. വീട്ടുവേലക്കാരിയായ അടിമസ്ത്രീയോടും റുസൈർ വളരെ ദയോടെയാണ് പെരുമാറിയിരുന്നത്. അങ്ങനെ റുസൈർ പോയിട്ട് 10 വർഷം കഴിഞ്ഞു, 20 വർഷം കഴിഞ്ഞു, 90 വർഷം കഴിഞ്ഞു, 100 വർഷം തികഞ്ഞു. അതെ, റുസൈർ മരിച്ചിട്ട് 1 നൂറ്റാണ്ട് കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ റുസൈറിനെ ഉണർത്താൻ അള്ളാഹുവിന്റെ കൽപ്പനയുണ്ടായി. റുസൈറിന്റെ ഹൃദയത്തിലെ വിളക്ക് കൊളുത്താൻ അള്ളാഹു മലക്കിനെ അയച്ചു. 100 വർഷം മരിച്ചു കിടന്ന റുസൈർ ഇതാ പുനർജനിക്കാൻ പോകുന്നു. ജീർണിച്ചു മണ്ണായി തീർന്ന റുസൈറിന്റെ അസ്ഥികൾ പൂർവ്വസ്ഥിതി പ്രാപിക്കുന്നു. അവ പഴയ പോലെ ഒരു ചങ്ങലയായി ഒരുമിച്ചു ചേരുന്നു. അസ്ഥികൾക്കുമേൽ മാംസം വരുന്നു, മാംസത്തിനുമേൽ ചർമ്മം, പിന്നെ അള്ളാഹുവിന്റെ അനുഗ്രഹമായ ജീവൻ തുടിക്കാൻ തുടങ്ങി. അദ്ദേഹം 100 വർഷങ്ങൾക്ക് മുമ്പ് ഇരുന്നിടത്ത് എഴുന്നേറ്റിരിക്കുന്നു. എന്തൊരു അത്ഭുതം അല്ലേ കൂട്ടുകാരെ! അല്ലാഹു അക്ബർ. എഴുന്നേറ്റിരുന്ന റുസൈർ കണ്ണുകൾ തിരുമ്മി തുറന്ന് ചുറ്റും നോക്കി. ഇടിഞ്ഞ ചുമരുകളും തകർന്ന കല്ലറകളും കണ്ടു. താൻ ഇതുവരെ ഉറങ്ങുകയായിരുന്നുവെന്ന് അദ്ദേഹം കരുതി. അതെ, തോട്ടത്തിൽ നിന്ന് ഗ്രാമത്തിലേക്ക് മടങ്ങിയ താൻ വഴിക്കുള്ള ഈ ചുടുകാട്ടിലിരുന്ന് അല്പം മയങ്ങിപ്പോയി. സൂര്യൻ അസ്തമിക്കാൻ ഒരുങ്ങുകയാണെന്ന് കണ്ട് അദ്ദേഹം വിചാരിച്ചു, ഹോ, എന്റെ ഉച്ചയുറക്കം ഇത്തിരി നീണ്ടുപോയോ, അതോ ഒരു ദിവസം തന്നെ താൻ ഉറങ്ങിപ്പോയോ? അദ്ദേഹത്തിന് സംശയമായി. അടുത്തുണ്ടായിരുന്ന മലക്ക് അപ്പോൾ റുസൈറിനോട് ചോദിച്ചു, എത്ര നേരം അദ്ദേഹം ഉറങ്ങി എന്നാണ് മലക്ക് ചോദിച്ചത്. അര ദിവസം, അല്ലെങ്കിൽ ഒരു മുഴുവൻ ദിവസം? റുസൈർ മറുപടി പറഞ്ഞു, അല്ല, താങ്കൾ ഇവിടെ 100 വർഷമായി. റുസൈർ ഈ ചുടുകാട്ടിലെത്തിയിട്ട് 1 നൂറ്റാണ്ടായെന്നും ഈ 100 വർഷവും അദ്ദേഹം ഉറങ്ങി അഥവാ മരിച്ചു കിടക്കുകയായിരുന്നുവെന്നും മരിച്ചു മണ്ണായവരെ വീണ്ടും ജീവിപ്പിക്കുന്നത് എങ്ങനെ എന്ന അദ്ദേഹത്തിന്റെ അത്ഭുതവും അജ്ഞതയും തീർത്തു തരാനുള്ള അള്ളാഹുവിന്റെ ഒരു നടപടിയായിരുന്നു ഇതെന്നും മലക്ക് വിശദീകരിച്ചു. റുസൈറിന്റെ ഭക്ഷണപാത്രത്തിലേക്ക് ചൂണ്ടി മലക്ക് തുടർന്നു, താങ്കളുടെ അന്നപാനീയങ്ങളിലേക്ക് നോക്കൂ, അവയ്ക്ക് ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല. റുസൈർ തന്റെ അത്തിപ്പഴത്തിലേക്ക് നോക്കി. അത് ഒരു കേടും കൂടാതിരിക്കുന്നു. രുചിയോ നിറമോ മാറിയിട്ടില്ല, ചീഞ്ഞിട്ടില്ല. 100 കൊല്ലമായിട്ടും ഇതെങ്ങനെ കേടുപറ്റാതെ ഇരിക്കുന്നു? പിന്നീട് അദ്ദേഹം മുന്തിരിച്ചാറിൽ ഉണക്കറൊട്ടിയിട്ട് വെച്ച പാത്രത്തിലേക്ക് നോക്കി. അതിനും യാതൊരു വ്യത്യാസവും കണ്ടില്ല. മുന്തിരിച്ചാറ് പുളിച്ചിട്ടില്ല, റൊട്ടി അങ്ങനെ തന്നെ ഇരിക്കുന്നു, ഇട്ടുവെച്ചപ്പോഴുള്ള പോലെ തന്നെ. 100 വർഷം താൻ ഉറങ്ങിയെന്നത് കേടുവരാത്ത ഭക്ഷണം കണ്ടതുകൊണ്ട് റുസൈറിനെ വിശ്വസിക്കാൻ പ്രയാസമുണ്ടെന്ന് മനസ്സിലാക്കിയ മലക്ക് പറഞ്ഞു, താങ്കളുടെ കഴുതയെ നോക്കുക. റുസൈർ കഴുതയെ കെട്ടിയിട്ട സ്ഥാനത്തേക്ക് നോക്കി. അവിടെ കഴുതയുടെ എല്ലുകൾ പൊടിഞ്ഞുണ്ടായ അല്പം മണ്ണ് മാത്രമേ കാണാനുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ദൈവികമായ ഒരു അശരീരി അവിടെ മുഴങ്ങി, മരിച്ചവരെ അള്ളാഹു ജീവിപ്പിക്കുന്നത് എങ്ങനെയെന്ന് നിനക്ക് കാണണോ റുസൈർ? എങ്കിൽ ഭൂമിയിലേക്ക് നോക്കുക, നിന്റെ കഴുതയുണ്ടായിരുന്ന മണ്ണിലേക്ക് നോക്കുക. മലക്ക് അള്ളാഹുവിന്റെ അനുമതിയോടെ കഴുതയുടെ അസ്ഥികളെ വിളിച്ചു. എല്ലിന്റെ പൊടികൾ എല്ലായിടത്തു നിന്നും വിളി കേട്ടു. ചിതറിക്കിടന്നിരുന്ന അവയെല്ലാം ഒരിടത്ത് ഒത്തുചേർന്നു, പഴയ പോലെ അസ്ഥികളായി മാറി. നാഡികളോടും ഞരമ്പുകളോടും പേശികളോടും മാംസങ്ങളോടുമെല്ലാം ഉണ്ടാവാൻ അള്ളാഹു കൽപ്പിച്ചു. അവയെല്ലാം ഉണ്ടായി. റുസൈർ നോക്കിയിരിക്കെ തന്നെ അവ കഴുതയുടെ അസ്ഥികൂടത്തെ പൊതിഞ്ഞു. അതിനു മുകളിൽ തൊലിയുണ്ടായി. തൊലിപ്പുറത്ത് രോമങ്ങൾ മുളച്ചു. മരിക്കുമ്പോൾ എങ്ങനെയായിരുന്നുവോ അതുപോലുള്ള ഒരു കഴുതയായി. പിന്നീട് മലക്ക് അള്ളാഹുവിന്റെ അനുമതിയോടെ കഴുതയുടെ ജഡത്തിലേക്ക് അതിന്റെ ആത്മാവിനെ തിരിച്ചു വിളിച്ചു. കഴുതയുടൻ തട്ടിപ്പിടഞ്ഞെഴുന്നേറ്റു. അത് വാലുയർത്തി മുരണ്ടു തുടങ്ങി. കൺമുമ്പിൽ സംഭവിച്ച മഹത്തായ ഈ ദിവ്യാത്ഭുതം റുസൈർ കണ്ണ് ചിമ്മാതെ നോക്കി നിന്നുപോയി. മണ്ണും പൊടിയുമായി തീരുന്ന അസ്ഥിപഞ്ജരങ്ങളിൽ നിന്ന് ജീവജാലങ്ങളെ പിന്നെയും ജീവിപ്പിക്കാൻ കഴിയുമെന്ന് അദ്ദേഹം ആശ്ചര്യത്തോടെ കണ്ടറിഞ്ഞു. അള്ളാഹു എല്ലാറ്റിനും കഴിവുള്ളവനാണെന്ന് ഞാൻ അറിയുന്നു, അദ്ദേഹം ഉറക്കെ പറഞ്ഞു. പിന്നീട് കഴുതപ്പുറത്ത് കയറി റുസൈർ ഗ്രാമത്തിലേക്ക് മടങ്ങി. റുസൈറിനെ അള്ളാഹു ജനങ്ങൾക്ക് ഒരു ദൃഷ്ടാന്തമാക്കുകയായിരുന്നു, മരണാനന്തര ജീവിതത്തിന്റെ വ്യക്തമായ ഒരു തെളിവ്. സന്ധ്യാനേരത്താണ് റുസൈർ ഗ്രാമത്തിലെത്തിയത്. ഗ്രാമത്തിന് സംഭവിച്ച മാറ്റങ്ങൾ കണ്ട് അദ്ദേഹം അത്ഭുതപ്പെട്ടു. വീടുകളും വഴികളും മരങ്ങളും മനുഷ്യരുമെല്ലാം മാറിയിരിക്കുന്നു. നാട്ടിലുള്ള ഒരാളെയും അദ്ദേഹം തിരിച്ചറിഞ്ഞില്ല. ജനങ്ങളിൽ ഒരാളും അദ്ദേഹത്തെയും അറിഞ്ഞില്ല. നാട്ടിൽ നിന്നും പോയപ്പോൾ റുസൈറിന് 40 വയസ്സായിരുന്നു. ഇപ്പോൾ തിരിച്ചെത്തിയതും 40 വയസ്സോടെ. പോയതുപോലെ മടങ്ങി വന്നിരിക്കുന്നു. 1 നൂറ്റാണ്ട് നീണ്ടു നിന്ന സമാധിയിൽ നിന്ന് ഉണർത്തിയപ്പോഴും അള്ളാഹു അദ്ദേഹത്തിന് 40 വയസ്സിന്റെ യുവത്വം തന്നെ നൽകി. എന്നാൽ ഗ്രാമം 100 വർഷം കൂടി ജീവിച്ചു കഴിഞ്ഞിരുന്നുവല്ലോ. വഴികളും വീടുകളും മാറി, മുഖങ്ങളും മുഖഛായകളും മാറി. തന്നെ തിരിച്ചറിയാൻ കഴിയുന്ന ഒരു വൃദ്ധയെയോ കണ്ടെത്താൻ കഴിയുമോ എന്ന് അദ്ദേഹം അന്വേഷിച്ചു. ഈ അന്വേഷണം ഒടുവിൽ അദ്ദേഹത്തെ എത്തിച്ചത് തന്റെ പഴയ വീട്ടുവേലക്കാരിയുടെ അടുക്കലാണ്. റുസൈർ ഗ്രാമത്തിൽ നിന്ന് പോയപ്പോൾ അവർക്ക് 20 വയസ്സായിരുന്നു. 120 വയസ്സായ പടുവൃദ്ധയായി അവരെപ്പോഴും ജീവിക്കുന്നുണ്ടായിരുന്നു. പല്ലുകളെല്ലാം പൊഴിഞ്ഞ്, കാഴ്ച നശിച്ച്, ആരോഗ്യം ക്ഷയിച്ച് അവർ എല്ലും തോലുമായി കഴിഞ്ഞിരുന്നു. റുസൈർ അവരോട് ചോദിച്ചു, ബഹുമാന്യയായ മുത്തശ്ശി, റുസൈറിന്റെ വീട് എവിടെയാണ്? കരഞ്ഞുകൊണ്ട് ആ വൃദ്ധ പറഞ്ഞു, ആരും അദ്ദേഹത്തെ ഓർക്കുന്നില്ല. 100 കൊല്ലം കഴിഞ്ഞു പോയിട്ട്. അള്ളാഹു അദ്ദേഹത്തെ അനുഗ്രഹിക്കട്ടെ. റുസൈർ അവരോട് പറഞ്ഞു, മുത്തശ്ശി, ഞാൻ തന്നെയാണ് റുസൈർ. നിങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയുന്നില്ലേ? 100 വർഷം അള്ളാഹു എന്നെ ഉറക്കി, ഇപ്പോഴിതാ ഉയർത്തെഴുന്നേൽപ്പിച്ചിരിക്കുന്നു. അദ്ദേഹത്തെ വിശ്വസിക്കാൻ പ്രയാസം തോന്നിയതിനാൽ വൃദ്ധ പറഞ്ഞു, റുസൈർ പ്രാർത്ഥിച്ചാൽ അള്ളാഹു കേൾക്കുമായിരുന്നു. റുസൈറാണ് താങ്കളെങ്കിൽ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ച് എന്റെ കാഴ്ചയും ആരോഗ്യവും വീണ്ടെടുത്ത് തരിക. ഞാൻ നിന്നെ കാണുകയും തിരിച്ചറിയുകയും ചെയ്യട്ടെ. റുസൈർ അവർക്ക് വേണ്ടി മനം നിറഞ്ഞ് പ്രാർത്ഥിച്ചു. അള്ളാഹു ആ വൃദ്ധയുടെ കാഴ്ചയും ആരോഗ്യവും തിരിച്ചു നൽകി. മുമ്പിൽ നിൽക്കുന്നത് റുസൈർ തന്നെയാണെന്ന് അവർക്ക് തീർച്ചയായി. നാട് മുഴുവൻ ഓടി നടന്ന് അവർ ഈ അത്ഭുത വാർത്ത പ്രചരിപ്പിച്ചു. 100 വർഷം മുമ്പ് കാണാതായ റുസൈർ തിരിച്ചു വന്നിരിക്കുന്നു. ആളുകൾ അന്താളിച്ചു. അവർക്ക് ഭ്രാന്തി ഇളകിയിരിക്കുകയാണെന്ന് ജനം കരുതി. പണ്ഡിതന്മാരും നേതാക്കളും ഒത്തുകൂടി വിഷയം ചർച്ച ചെയ്തു. അവരിൽ റുസൈറിന്റെ ഒരു പൗത്രനും ഉണ്ടായിരുന്നു. പൗത്രൻ എന്നാൽ മകന്റെ മകൻ. അയാളുടെ പിതാവ് എന്നോ മരിച്ചുപോയിരുന്നു. പൗത്രന് ഇപ്പോൾ 80 വയസ്സുണ്ട്.
അയാളുടെ ഉപ്പാപ്പ എന്ന് പറയുന്ന ഉസൈറിന് 40 വയസ്സും. ആളുകൾ എങ്ങനെ വിശ്വസിക്കും അല്ലേ? പണ്ഡിതരും നേതാക്കളും ഉസൈറിന്റെ കഥ വിശ്വസിക്കാനും അവിശ്വസിക്കാനും കഴിയാതെ കുഴങ്ങി. അവരിൽ ഒരാൾ അദ്ദേഹത്തോട് പറഞ്ഞു, ഉസൈർ ഒരു പ്രവാചകനായിരുന്നുവെന്ന് പിതാക്കളിൽ നിന്നും പിതാമഹന്മാരിൽ നിന്നും ഞങ്ങൾ കേട്ടിട്ടുണ്ട്. ശത്രുക്കൾ കത്തിച്ചു കളയാൻ വന്ന വേദഗ്രന്ഥം അദ്ദേഹം എവിടെയോ ഒളിപ്പിച്ചു വെച്ചുവെന്നും ഒളിപ്പിച്ചു വെച്ച തൗറാത്ത് കണ്ടെടുക്കുകയാണെങ്കിൽ താങ്കൾ ഉസൈറാണെന്ന് ഞങ്ങൾ വിശ്വസിച്ചുകൊള്ളാം. അദ്ദേഹം പറഞ്ഞു, അതെ, തൗറാത്ത് സൂക്ഷിക്കാനായി ഒളിപ്പിച്ചു വെച്ച സ്ഥലം ഞാൻ വ്യക്തമായി ഓർക്കുന്നു. അത് കണ്ടെടുക്കാൻ എനിക്ക് യാതൊരു പ്രയാസവുമില്ല. തൗറാത്ത് സൂക്ഷിച്ചു വെച്ചു എന്ന് പറയുന്ന സ്ഥലത്തേക്ക് അവർ ഉസൈറിന്റെ കൂടെ പോയി. അദ്ദേഹം അത് പുറത്തെടുത്തു. അതിന്റെ ഏടുകൾ കേടുവന്നിരുന്നു. ഉസൈർ ആ ഏടുകൾ മുന്നിൽ വെച്ചും തന്റെ ഓർമ്മശക്തിയെ ആശ്രയിച്ചും അവിടെ ഇരുന്നു കൊണ്ട് തന്നെ വേദഗ്രന്ഥം മുഴുവൻ പകർത്തി എഴുതി. വിശുദ്ധ ഗ്രന്ഥമായ തൗറാത്ത് വീണ്ടെടുത്തു തന്ന ഉസൈറിനെ തിരിച്ചറിയാനും നബിയായി വിശ്വസിക്കാനും അംഗീകരിക്കാനും ഇസ്രായേൽ മക്കൾക്ക് പ്രയാസമുണ്ടായില്ല. 100 കൊല്ലം മരിച്ചു കിടന്ന ശേഷം ജീവിതത്തിലേക്ക് തിരിച്ചു വന്ന ഉസൈർ മഹത്തായ ഒരു ദിവ്യാത്ഭുതവും അള്ളാഹുവിന്റെ ദൃഷ്ടാന്തവുമായി. കൂട്ടുകാരെ, മരിച്ചു മണ്ണായതിനു ശേഷം അള്ളാഹു നമ്മളെ എല്ലാവരെയും വീണ്ടും ജീവിപ്പിക്കുമെന്നും അന്ന് ഈ ഭൂമിയിൽ നമ്മൾ ചെയ്ത നല്ലതും ചീത്തയുമായ എല്ലാ പ്രവൃത്തികളെക്കുറിച്ചും അള്ളാഹുവിന് ഉത്തരം നൽകണമെന്നും നിങ്ങൾക്കറിയില്ലേ? മരിച്ച ശേഷം വീണ്ടും ജീവിക്കുന്നത് എങ്ങനെയെന്ന് സംശയിക്കുന്ന എല്ലാവർക്കുമുള്ള മറുപടിയാണ് ഉസൈറിന്റെ ഈ കഥ. അള്ളാഹു ഖുർആനിൽ സൂറത്തുൽ ബഖറയിലെ 259 ആയത്തിലാണ് ഈ സംഭവം വിവരിക്കുന്നത്. നാളെ എഴുന്നേൽക്കുമ്പോൾ ഖുർആനിൽ ഈ വചനം കണ്ടെത്താൻ എല്ലാവരും ശ്രമിക്കണം കേട്ടോ. ഖുർആനോ മുത്തുനബിയോ ഉസൈറിനെ ഒരു നബിയെന്ന് വ്യക്തമായി പ്രസ്താവിച്ചിട്ടില്ലെങ്കിലും ചില പണ്ഡിതന്മാർ അദ്ദേഹത്തെ ഒരു പ്രവാചകനായി കണക്കാക്കുന്നു. മറ്റുള്ളവർ അദ്ദേഹത്തെ തൗറാത്ത് സംരക്ഷിക്കുന്നതിൽ നിർണായക പങ്ക് വഹിച്ച നീതിമാനും അറിവുള്ളവനുമായ ഒരു വ്യക്തിയായി കാണുന്നു. ഉസൈർ അവർക്കിടയിൽ പിന്നെയും ഏറെക്കാലം ജീവിച്ചു.